13 വരെയാണ് ഞാനവിടെ കുംഭമേള നഗരിയായ പ്രയാഗ്രാജിൽ ഉണ്ടായിരുന്നത്. ആ പ്രയാഗ്രാജിൽ നിന്നും എനിക്കുണ്ടായ അനുഭവങ്ങളും ചില കാഴ്ചകളും നിങ്ങളുമായി പങ്കുവെക്കാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. മഹാകുംഭമേള എനിക്ക് വളരെയധികം അത്യപൂർവമായ അനുഭവം തന്ന ഒരു മഹാമേള തന്നെയായിരുന്നു ഇത്. ചെറിയൊരു ഭയത്തോടെയാണ് ഞാൻ ഈ കുംഭമേളയ്ക്ക് പോയത്. കാരണം വലിയൊരു ജനക്കൂട്ടമുള്ള ഒരു സ്ഥലമാണല്ലോ. പക്ഷേ ഏറ്റവും വലിയ ജനക്കൂട്ടം, ഈ ലോകത്തിലേക്ക് തന്നെ ഏറ്റവും വലിയ ജനക്കൂട്ടം പങ്കെടുക്കുന്ന ഒരു സാംസ്കാരിക ആത്മീയ ആഘോഷമാണ്. അത് ചരിത്രപരമായിട്ടും പുരാണപരമായിട്ടും ഭാരതത്തിന്റെ ദേശീയതയിൽ അലിഞ്ഞു ചേർന്ന കൂട്ടായ്മയാണത്. അത് 144 വർഷത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന നക്ഷത്ര ഗ്രഹനിലകളിലെ ദിവ്യ മുഹൂർത്ത നാളുകൾ, ഇങ്ങനെ അത്യപൂർവമായ ഒരു പ്രതിഭാസത്തിൽ പങ്കാളി ആവുക വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. ഏതാണ്ട് 65 കോടി ജനങ്ങൾ 2 മാസത്തിൽ പ്രയാഗ്രാജിൽ വന്നു പോയി എന്നാണ് ഔദ്യോഗികമായ കണക്ക്. അത് അമേരിക്കയുടെ ഒരു ഇരട്ടി ആളുകൾ ഉണ്ടത്. അത് ഈ കാനഡയിൽ നിന്ന് ഞാനിങ്ങനെ ഇതിന് പോകുന്ന സമയത്ത് ചെറിയൊരു ഭയത്തോടു കൂടി തന്നെയാണ് ഞാൻ പോയത്. കാരണം എത്ര അധികം ജനങ്ങൾ വരുന്നിടത്ത് എങ്ങനെ എത്തും, റെയിൽവേ സ്റ്റേഷനിലോ എയർപോർട്ടിലോ എത്തിയാൽ മേളനഗരിയിലേക്ക് എങ്ങനെ എത്തും എന്നുള്ള ഒരു കൺസേൺ ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക്. താമസം, ഭക്ഷണം, ബാത്റൂം, കൊതുശല്യമുണ്ടോ, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് വളരെയധികം പ്രശ്നങ്ങളായിട്ട് തോന്നിയിരുന്നു. അപ്പൊ എന്നെ കാത്ത് വളരെയധികം തിരക്കുള്ള ഒരു സ്റ്റേഷനാണ്. നിറച്ച ആൾക്കാര്, ജനസമുദ്രം, അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ഞാൻ ചെന്നിറങ്ങിയത്. അവിടെ ബാക്ക് പാക്കുമായിട്ട് ചെന്നിറങ്ങിയിട്ട് അധികം കഴിയുന്നതിന് മുമ്പ് തന്നെ എനിക്കൊരു ബൈക്ക് ടാക്സി കിട്ടി. BEd പഠിക്കുന്ന ഒരു ഗൗരവ് പാഠക് എന്ന് പറയുന്ന ഒരാളാണ് ബൈക്ക് ടാക്സിയിൽ എന്നെ കൊണ്ടുപോയത്. അത് ഈ മേള പ്രമാണിച്ച് 3 മാസത്തേക്ക് അവധിയെടുത്ത് പഠനത്തിൽ നിന്ന് വിട്ടുനിന്ന് ഇതിനു വേണ്ടിയിട്ട് എല്ലാവരും സഹായിക്കാൻ വേണ്ടിയിട്ട് അതൊരു ചെറിയ ബിസിനസ് ആയിട്ടാണ് ഇങ്ങനെ കൊണ്ടുപോകുന്നത്. 2-2.5 മണിക്കൂർ സന്ദർശിച്ച് ഞാൻ പല ഇടവഴിയിലൂടെയും റോഡുകളിലൂടെയൊക്കെ പോയിട്ട് മലയാളികളായ സന്യാസിമാരെ കൂട്ടത്തിൽ താമസിക്കുന്ന കാളികാ പീഠത്തിന്റെ മുന്നിൽ അയാൾ എന്നെ കൊണ്ടുവന്നാക്കി. അവിടെ 4 ദിവസം താമസിച്ചു. 4 ദിവസം താമസിച്ചിട്ട് 13-ന് അവന്റെ കൂടെ തന്നെ രാവിലെ 5 മണിക്ക് എയർപോർട്ടിലെത്തി അവിടുന്ന് തിരികെ പോരുകയാണ് ചെയ്തത്. What science says about procrastination? Creating to-do list is not going to help you. Installing Pomodoro app is not going to help you. ഈ കുംഭമേള നടക്കുന്നത് ഗംഗയില് ഉണങ്ങി വരണ്ട് കിടക്കുന്ന വിസ്താരമായിട്ടുള്ള മണപ്പരപ്പിലാണ്. നോക്കത്താ ദൂരം നീണ്ട് പരന്ന് കിടക്കുന്ന മണപ്പുറത്ത് ഒരു താൽക്കാലിക നഗരം തന്നെ നിർമ്മിച്ചിരിക്കുകയാണ്. 3 ലക്ഷം ടെന്റ് ഗ്രൂപ്പുകൾ, അവയ്ക്കെല്ലാം സ്വച്ഛജലം, കറണ്ട് എല്ലാം എത്തിച്ചിട്ടുണ്ട്. സമസ്ത ദുരിതാപനിവൃത്യർത്ഥം സർവദേവതാനാം പ്രീത്യർത്ഥം ധർമ്മസംരക്ഷണാർത്ഥം അസ്യ ദേശസ്യ അസ്യ രാഷ്ട്രസ്യ അഭ്യുദയാർത്ഥം സനാതനധർമ്മസ്യ സംരക്ഷണാർത്ഥം ഗായത്രീ ശക്തിപീഠസ്യ സംസ്ഥാപനാർത്ഥം വേദസംരക്ഷണാർത്ഥം
यज्ञसंरक्षणार्थं देवताप्रीत्यर्थं सूर्यनारायणप्रीत्यर्थं जगदम्बाप्रीत्यर्थं गायत्रीणां सर्वानुग्रहसिद्ध्यर्थं गायत्री यज्ञ कर्म करणाय संकल्पं करोमि। नमस्ते जुहुमस्तन्नो अस्तु वैश्यामपतयोरैनां सनो गन्धर्वजनिता सविधाता धामानि वेदभुवनानि विश्वा यत्र देवा अमृतमानजानास्त्रीये धामन्नभ्यैरयन्ता अग्नेन यसुपधारायेवस्मान् विश्वानि देवमयुनानि विद्वान् മലിനജലം കക്കൂസ് മാലിന്യം നീക്കാനുള്ള സുവർ സംവിധാനമുണ്ട്. 28 സെക്ടറുകളിലായിട്ട് മേള നഗരം ഇങ്ങനെ തിരിച്ചിട്ടുണ്ട്. അത് ഓരോ സെക്ടറിലും ഫയർ സ്റ്റേഷൻ, പോലീസ് സ്റ്റേഷൻ, റേഷൻ ഡിപ്പോ, ആശുപത്രി, അവിടുത്തെ ഭരണത്തലവന്മാരെല്ലാം ഉണ്ട്. അതെ, നമുക്ക് ഇപ്പോഴേ ആ ഗംഗാ സ്തോത്രം ചൊല്ലാം. ഓക്കെ, കണ്ടിന്യൂ ടു പ്ലേ. പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ശബ്ദം വരുമ്പോ ശ്ലോകം ചൊല്ലുമ്പോ ഇതാവില്ലല്ലോ, ബുദ്ധിമുട്ടായി. അതെ, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നല്ലത്. ഇത് വ്യൂവിൽ നിന്നോട്ട് ചേച്ചി ചൊല്ലിക്കോട്ടെ, അതായിരിക്കും നല്ലത്. ശരി. കേൾക്കത്തില്ല. പോസ് ചെയ്താട്ടെ. അങ്ങനെ ഇത് നല്ല പോസാണ്. ഇപ്പൊ ഓക്കെയാ. ഓ, ചൊല്ലിക്കൊണ്ടാട്ടെ. ദേവി സുരേശ്വരി ഭഗവതി ഗംഗേ ത്രിഭുവന താരിണി തരള തരംഗേ ശങ്കര മൗലി വിഹാരിണി വിമലേ മമ മതിരാസ്താം തവ പദകമലേ ഭാഗീരഥി സുഖദായിനി മാത തവ ജലമഹിമാ നിഗമേ ഖ്യാത നാഹം ജാനേ തവ മഹിമാനം പാഹി കൃപാമയി മാമജ്ഞാനം ഹരിപദപാദ്യതരംഗിണി ഗംഗേ ഹിമവിധുമുക്താധവളതരംഗേ ദൂരേ കുരു മമ ദുഷ്കൃതി ഭാരം കുരു കൃപയാ ഭവസാഗരപാരം തവ ജലമമലം യേന നിപീതം പരമപദം ഖലു തേന ഗ്രഹീതം മാതർഗംഗേ ത്വയിയോ ഭക്ത കില തം ദ്രഷ്ടും നയമ ശക്ത പതിതോദ്ധാരിണി ജാഹ്നവി ഗംഗേ ഖണ്ഡിത ഗിരിവരമണ്ഡിത ഭംഗേ ഭീഷ്മജനനി ഹേ മുനിവരകന്യേ പതിത നിവാരിണി ത്രിഭുവന ധന്യേ കൽപ്പലതാമിവ ഫലതാം ലോകേ പ്രണമതി യസ്ത്വാം ന പതതി ശോകേ പാരാവാര വിഹാരിണി ഗംഗേ വിമുഖ യുവതി കൃത തരളാപാംഗേ തവ ചേന്മാദശ്രോതസ്നാദ പുനരപി ജഠരേ സോപി ന ജാത നരക നിവാരിണി ജാഹ്നവി ഗംഗേ കലുഷ വിനാശിനി മഹിമോത്തുംഗേ പുനരസദംഗേ പുണ്യതരംഗേ ജയ ജയ ജാഹ്നവി കരുണാഭാംഗേ ഇന്ദ്രമുകുട മണിരാജിത ചരണേ സുഖദേ ശുഭദേ ഭൃത്യ ശരണ്യേ ശോകം രോഗം ശോകം താപം പാപം ഹരമേ ഭഗവതി കുമതി കലാപം ത്രിഭുവനസാരേ വസുധാഹാരേ ത്വമസി ഗതിർമമ ഖലു സംസാരേ അളകാനന്ദേ പരമാനന്ദേ കുരു കരുണാമയി കാതരവന്ദേ
തവ തടനികടെ യസ്യ നിവാസ ഖലു വൈകുണ്ഠേ തസ്യ നിവാസ വരമിഹ നീരേ കമഠോ മീന കിം വാ തീരേ ശരടക്ഷീണ അഥവാ സ്വപചോ മലിനോ ദീന തവ നഹി ദൂരേ നൃപതി കുലീന ഭോ ഭുവനേശ്വരി പുണ്യേ ധന്യേ ദേവി ദ്രവമയി മുനിവരകന്യേ ഗംഗാസ്തവമിവ മമലം നിത്യം പഠതി നരോയ സജയതി സത്യം യേഷാം ഹൃദയേ ഗംഗാഭക്തി തേഷാം ഭവതി സദാ സുഖമുക്തി മധുരാകാന്താ പഞ്ചടികാഭി പരമാനന്ദ കലിതലളിതാംഗി ഗംഗാസ്തോത്രമിദം ഭവസാരം വാഞ്ചിത ഫലദം വിമലം സാരം ശങ്കര സേവക ശങ്കര രചിതം പഠതി സുഖീ തവ ഇതി ച സമാപ്ത ജയ ജയ ഗംഗേ ഹര ഹര ഗംഗേ ജയ ജയ ഗംഗേ ഹര ഹര ഗംഗേ ജയ ജയ ഗംഗേ ഹര ഹര ഗംഗേ ജയ ജയ ഗംഗേ ഹര ഹര ഗംഗേ. കേൾക്കാൻ വയ്യ. പക്ഷെ ഏറ്റവും അമ്പരിപ്പിച്ചത് ഈ മണത്തരത്തില് നിർമ്മിച്ചിട്ടുള്ള റോഡുകളാണ്. പൊടിമണലില് വണ്ടി ഓടിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് റോഡ് മുഴുവൻ ചേട്ടൻ മ്യൂട്ടിലാണ്. ഇരിക്കുകയാണ്. അത് 3 അടി വീതിയും 16 അടി നീളമുള്ള 4 സ്ട്രീറ്റുകള് റോഡ് മുഴുവൻ. അങ്ങനെയുള്ള 1000 കിലോമീറ്റർ റോഡുകളാണ് ഈ മലപ്പുറത്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഈ നേരത്തെ പറഞ്ഞ ടെന്റുകളും യജ്ഞമണ്ഡപങ്ങള് പ്രഭാഷണത്തിനുള്ള തിയേറ്ററുകളൊക്കെ ഈ റോഡിന്റെ ഇരുവശങ്ങളിലുമായിട്ട് പണിതിരിക്കുകയാണ്. അത് ഈ ഓരോ മുക്കിലും മൂലയിലും സൗജന്യമായിട്ട് ഭക്ഷണം നൽകുന്ന സ്ഥാനങ്ങളുണ്ട്. അതിൽ അംബാനി മുതൽ കേരളത്തിലുള്ള കാളികാപീഠം വരെയുള്ള സ്ഥാനങ്ങളുണ്ട്. അവിടെ താമസിച്ച 4 ദിവസവും ഞാൻ ഭക്ഷണം വില കൊടുത്ത് വാങ്ങിയിട്ടില്ല. എല്ലായിടത്തും ഓരോ ടെന്റും അവര് 2 ലക്ഷം രൂപയോളം ഡെപ്പോസിറ്റ് മേടിച്ചിട്ടാണ് അവിടെ ടെന്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ മേളയുടെ അവസാനം ഇത് മുഴുവൻ പൊളിച്ചെടുത്ത് വൃത്തിയാക്കി കൊടുത്താൽ മാത്രമേ ഡെപ്പോസിറ്റ് തിരിച്ചു കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ ഈ ജൂൺ ആവുമ്പോഴേക്കും 4-5 മീറ്റർ പൊക്കത്തില് വെള്ളം നിറയുന്ന ഈ ഗംഗാ നദിയിൽ വളരെ വൃത്തിയാക്കിയിട്ടാണ് ഇവരൊക്കെ പോവുക. അതുകൊണ്ട് തന്നെ വളരെയധികം വൃത്തിയുള്ള ഒരു ആത്മീയ അന്തരീക്ഷമാണ് അവിടെ ഉള്ളത്. ഞാൻ മാഘ പൗർണമിക്ക്, അതായത് ഫെബ്രുവരി 12-ാം തീയതി എന്നുള്ള ഒരു കണക്കാക്കിയാണ് പോയത്. ഞാനവിടെ 4 ദിവസം ഉണ്ടായിരുന്നു. 4 ദിവസം സ്നാനം ചെയ്തു. അപ്പൊ ആ കൂട്ടത്തിൽ ആ സമയത്താണ് രാഷ്ട്രപതി ദ്രൗപദി മുർജിയും ഒക്കെ അവിടെ ഉണ്ടായിരുന്നത്. എല്ലാ സ്നാനഘട്ടുകളും എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വൃത്തിയുള്ളതായിട്ട് ആണ് അനുഭവപ്പെട്ടത്. ഒരു കഷ്ണം കടലാസ് വീണ പെറുകി കളയാൻ ആളുണ്ട്. ഈ എറണാകുളത്തിന്റെ മണം എന്ന് പറയുന്ന മണമൊന്നും ഒരു സ്ഥലത്തും ഇല്ല. ഒരു കൊതുക് പോലും എന്നെ കടിച്ചില്ല. ആ പുണ്യനദിയില് മുങ്ങാൻ ഞാനിങ്ങനെ ഇറങ്ങുമ്പോ കരയില് ഫോണും പേഴ്സും ഒക്കെ വെച്ചു. ആരും അത് തിരിഞ്ഞു നോക്കിയുമില്ല. വഴി നിറയെ നിരനിരയായിട്ട് ബയോ ടോയ്ലറ്റുകൾ ഉണ്ടായിരുന്നു. എല്ലായിടത്തും QR കോഡ് ഉണ്ട്. അപ്പൊ അത് വൃത്തിയല്ലെങ്കിൽ അത് അറിയിക്കാനുള്ള സംവിധാനമുണ്ട്.
അപ്പൊ പിന്നെ ഈ സാനിറ്ററി ജോലിക്കാരെ വളരെയധികം വന്നിക്കുന്ന ആൾക്കാരെ കണ്ടു. അവരെ ഒന്നിച്ച് ദക്ഷിണ കൊടുക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാനും കൂടിയിട്ടുണ്ട്. അവര് നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്തു. അങ്ങനെ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അനുഭവമായിരുന്നു ഉണ്ടായിരുന്നത്. നമുക്ക് വാസ്തവത്തിൽ കേരളത്തിലുള്ളവർക്ക് കുംഭമേള അധികം പരിചയമില്ല. അതേസമയം നമുക്ക് ഇത്തവണ സാധാരണ 1000-2000 പേര് പങ്കെടുക്കുന്ന കുംഭമേളകളാണ് സാധാരണ ഉണ്ടാവുക. പക്ഷെ ഈ കുംഭമേളയിൽ ഒരു 1.5-2 ലക്ഷം ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ട്. അതിന് പ്രധാന കാരണക്കാരനായിട്ടുള്ളത് ജൂണ അഖാഡയിലെ മഹാമണ്ഡലേശ്വരായിട്ടുള്ള ആനന്ദവനം സ്വാമി ആനന്ദവന ഭാരതിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ടെന്റിൽ തന്നെയാണ് ഞാൻ താമസിച്ചിട്ടുള്ളത്. Does the law of attraction really work? When I started my journey as a life coach, many people വർക്ക് ചെയ്യുന്നില്ലേ? സ്വാമിയുടെ കീഴില് അവിടെ ആ കാളികാപീഠത്തിൽ തന്നെ അതിനോട് ചേർന്നിട്ടുള്ള യജ്ഞമണ്ഡപത്തിൽ പലതരം യജ്ഞങ്ങളുണ്ടായിരുന്നു. അത്യാവശ്യം പാട്ടുകച്ചേരികള്, വലിയ പൂജകള് അതൊക്കെ ഉണ്ടായിരുന്നു. ഇതേപോലെ തന്നെ പല പല ടെന്റുകൾ, അങ്ങനെ ആ ടെന്റുകളിൽ മുഴുവൻ പല പല പരിപാടികൾ നടക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. ഓരോ ദിവസം 10-20 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കണ്ട് ഈ കുംഭമേള ആസ്വദിച്ച് തന്നെയാണ് ഞാൻ അവിടെ ഈ 4 ദിവസം ചെലവഴിച്ചത്. അത് ഈ അവിടെ ഒരു കിന്നര അഖാഡ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ട്രാൻസ്ജെൻഡേഴ്സ് ആണ്. ആ ട്രാൻസ്ജെൻഡേഴ്സിൽ അവരുടെ കൂട്ടത്തിലും ഉണ്ട് മഹാമണ്ഡലേശ്വരന്മാരൊക്കെ ഉണ്ട്. അത് നമ്മൾ പറയുന്നത് ഒരു ടോക്കൺ റെക്കഗ്നിഷൻ അല്ല. ഈ മഹാമണ്ഡലേശ്വരന്മാരായിട്ട് സാധാരണ അഖാഡകളിലുണ്ട്. ഈ അഖാഡ സമ്പ്രദായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഏകദേശം 13 അഖാഡകളാണുള്ളത്. അതിനകത്ത് ജൂണ അഖാഡയാണ് വളരെ വലുത്. ഈ അഖാഡയിലേക്ക് ഇത്തവണത്തെ ഈ മഹാകുംഭമേളയുടെ സമയത്ത് ഏതാണ്ട് 10,000 ആൾക്കാർ സന്യാസിമാരായി മാറി എന്നുള്ളതാണ് ഇതിന്റെ ഒരു വലിയ പ്രത്യേകത. ഞാൻ കിന്നര അഖാഡയിലെ മഹാമണ്ഡലേശ്വരനെ പോയി കാണുകയുണ്ടായി. അവരും വളരെയധികം സന്തോഷമായിട്ട് നമ്മളെ അനുഗ്രഹിക്കുകയൊക്കെ ചെയ്തു. ഈ കുംഭമേളയുടെ സാമ്പത്തിക ശാസ്ത്രം നോക്കിക്കഴിഞ്ഞാൽ വലിയ ഒരു ഇതാണ്. കുംഭമേള വാസ്തവത്തിൽ UP സർക്കാരിന് ഒരു ലോട്ടറി അടിച്ച പോലെയാണ്. അവർ 6,200 കോടിയാണ് അത്ര മുടക്കിയത്. അതിന് നേരിട്ടുള്ള വരുമാനം മാത്രം ഏതാണ്ട് 30,000 കോടി വരും. പക്ഷെ അത് നേരിട്ടല്ലാതെ 2 ലക്ഷം കോടിയുടെ വരുമാനം ഉണ്ടാവുമെന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ നെറ്റിയിൽ ചന്ദനം പുരട്ടി അതിനകത്ത് ശ്രീരാമനോ അല്ലെങ്കിൽ ഓംനോ ഉള്ള മാർക്ക് ഇടുന്ന ആൾക്കാർക്ക് കിട്ടുന്നത് 30 കോടി ആൾക്കാർ അത് ചെയ്തു കഴിഞ്ഞാൽ ഒരു 10 രൂപ ദക്ഷിണ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് 300 കോടി രൂപയുടെ വരുമാനമായി. അതായത് അവിടെ സർക്കുലേറ്റ് ചെയ്യുന്ന എമൗണ്ട്. ഇതുപോലെ തന്നെ പല പല രീതിയിലുള്ള ബിസിനസ്സുകളും അവിടെ നടക്കുന്നുണ്ട്. അവർക്കെല്ലാം വളരെയധികം എമൗണ്ട് അവിടെ സർക്കുലേഷനിൽ വരുന്നതായിട്ട് ഞാൻ കണ്ടു. ഇത് ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത ഒരു സംഘാടനം ആയിരുന്നു അവിടെ കുംഭമേളയിൽ എനിക്ക് കാണാൻ പറ്റിയത്. അത് പിന്നെ അവിടെ പോയിട്ട് അതിന് ബുദ്ധിമുട്ട് അവരവരുടെ ചോയ്സ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇപ്പൊ 5 സ്റ്റാർ ഹോട്ടലിൽ പോയിട്ടാണെങ്കിലും ഈ 5 സ്റ്റാർ ഹോട്ടലിൽ നമ്മൾ അവിടുത്തെ വാഷ് ബേസിനിൽ മുഖം കഴുകണോ അല്ലെങ്കിൽ കമ്പോർഡിൽ മുഖം കഴുകണോ എന്നുള്ളതൊക്കെ നമ്മളുടെ ഓരോരുത്തരുടെ ചോയ്സാണ്. അപ്പോൾ ക്ഷീണമുള്ളവർ അകിടും ചുവട്ടിലും ചോര തന്നെ കൊതുകിന്റെ കൗതുകം എന്ന് പറയുന്നവരാണ് ഈ കുംഭമേളയിൽ പോയിട്ട് ചോദിച്ചിലുണ്ടാവുന്ന കാര്യമൊക്കെ സംസാരിക്കുന്നത്. അതൊരു അനാവശ്യമായിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. വസുദൈവ കുടുംബകം, അതായത് ലോകം മുഴുവൻ ഒരു കുടുംബം എന്നുള്ള രീതിയിൽ ആണ് ഈ കുംഭമേള നടത്തിയിട്ടുള്ളത്.
വളരെയധികം ഭംഗിയായിട്ട് നടന്ന ഈ കുംഭമേളയിൽ നിന്ന് മടങ്ങി വരുമ്പോൾ ഞാനൊരു പുതിയ മനുഷ്യനായിരുന്നു. കാരണം ഇത്രയധികം ആളുകൾ കൂടുന്ന ഒരിടം ഇത്ര ഭംഗിയായിട്ട് കൈകാര്യം ചെയ്ത് അവിടെ നിന്ന് വളരെ സമാധാനത്തോടുകൂടി മടങ്ങി വരുമ്പോൾ അടുത്ത കുംഭമേള അതിന് പോകാനുള്ള കാര്യങ്ങളെ പറ്റി ഇപ്പോഴേ ഞാൻ ആലോചിച്ചു തുടങ്ങി. എല്ലാവർക്കും നമസ്കാരം. വീഡിയോ കഴിഞ്ഞു. അപ്പം നമുക്ക് ആർക്കെങ്കിലും അല്ല, ഇത് വീണ്ടും രാധാമണി ചേച്ചിക്ക് കാണണമെന്ന് രാധാമണി ചേച്ചിക്ക് കാണാൻ പറ്റിയില്ല എന്ന് തോന്നുന്നു അല്ലേ? എന്തായിരുന്നു? കണ്ടല്ലേ? എനിക്കൊന്നും കാണാൻ പറ്റില്ല. ഞാൻ വായിച്ചു പാടി കഴിഞ്ഞിട്ട് പിന്നെ എല്ലാരും ഫ്രീസ് ആയിട്ടിരിക്കുന്നതായിട്ടായിരുന്നു ഓ, അത് ശരി. അത് ആ സിസ്റ്റത്തിന്റെ അത് ഞാൻ ആ ലിങ്ക് അയച്ചു തരാം. അപ്പൊ അത് ലിങ്ക് കണ്ടോളൂ. അയച്ചു തരാം. Please. ആർക്കെങ്കിലും കാണാൻ അതല്ലെങ്കിൽ നമുക്ക് വീണ്ടും ഒരിക്കൽ പ്ലേ ചെയ്ത് കാണാം. ഇതിൽ കൂടെ തന്നെ പ്ലേ ചെയ്യുകയും ചെയ്യാം. അത് ബാക്കി എല്ലാവർക്കും തന്നെ കാണാൻ പറ്റുമോ? കാണാൻ പറ്റുമായിരുന്നു. ഞങ്ങൾക്ക് കാണാം. എനിക്ക് കാണാമായിരുന്നല്ലേ? എനിക്ക് കാണാൻ പറ്റി. വളരെയധികം നീണ്ടു പോവാതിരിക്കാൻ ഞാൻ കണ്ടിട്ടുള്ള കുറെ കാര്യങ്ങള് എല്ലാം കൂടെ ഒന്ന് കമ്പൈൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്ത് നമുക്ക് അവിടെ പോയിട്ട് മുങ്ങാൻ പറ്റിയ കാര്യങ്ങള്, പിന്നെ അവിടെ എനിക്ക് കുറച്ച് താല്പര്യമായിട്ട് തോന്നിയത് അവിടെ കാളികാപീഠത്തിൽ നടത്തിയ ഹോമം, പിന്നെ ശ്രീചക്ര പൂജ, അവിടെ ഒരു ചെറിയൊരു കച്ചേരി ഉണ്ടായിരുന്നു. അപ്പൊ അതുപോലുള്ള കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് നടന്നതായിട്ടാണ് എൻ്റെ അനുഭവത്തിൽ ഉണ്ടായത്. അപ്പൊ 4 ദിവസം 4 സ്ഥലങ്ങളിലായിട്ട് കുളിച്ച് 4 സ്ഥലങ്ങളിലും മുങ്ങി, അങ്ങനെയാണ് ഞാൻ കുംഭമേളയ്ക്ക് പങ്കെടുത്തത്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ കുറച്ച് പടങ്ങൾ കാണിക്കാം. പക്ഷെ സമയത്തിന്റെ അനുസരിച്ച് ചെയ്യാം. പ്രൊഫഷണൽ ആയിരുന്നു. ഈ വീഡിയോ വളരെ പ്രൊഫഷണൽ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ്? വേറെ സഹായം ഉണ്ടായിരുന്നോ എടുക്കുന്നതിന്? എന്റെ ഫോണിൽ തന്നെ എടുത്തത്. ഞാൻ വെള്ളത്തിൽ ഇറങ്ങിയപ്പോ മാത്രം അടുത്ത് നിന്ന് ഒരാളുടെ കൈ കൊടുത്തു, അത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം ഞാൻ എന്റെ ഫോണിൽ തന്നെ എടുത്തതാ. അതെ, നല്ലൊരു വിവരണമായിരുന്നു. നല്ല വിവരണം. പോവാത്തവർക്കൊക്കെ അവിടെ പോവാത്തവർക്കൊക്കെ ഒരു തീർച്ചയായിട്ടും ഒരു അനുഭവമായിരുന്നു. നമുക്ക് നേരിട്ട് പോയി കാണുന്ന പ്രതീതിയായിരുന്നു. നമ്മൾ അവിടെ പോയിരുന്ന് നമുക്ക് ഇതെല്ലാം കാണാൻ പറ്റത്തില്ല ഇത്ര വ്യക്തമായിട്ട്. പക്ഷെ ഇതെല്ലാം നന്നായിരുന്നു. അത് സമയം ഉണ്ടെങ്കിൽ കുറച്ച് പടങ്ങൾ കാണിക്കാം, പക്ഷെ സമയം അനുസരിച്ച്. ടീച്ചർ പറഞ്ഞു നമ്മുടെ ഇഷ്ടം പോലെയുള്ള സമയം എടുക്കുക, എന്നിട്ട് നമ്മുടെ നാരായണ മുടക്കണ്ട, നാരായണ നമുക്ക് ചൊല്ലാം. അതിനുശേഷം പിന്നെ ഒരു ശ്ലോകം മറ്റോ വേണമെങ്കിൽ നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ ഡിപ്പെൻഡിങ് ഓൺ ദ ടൈം, അവൈലബിലിറ്റി ഓഫ് ടൈം. അപ്പൊ പടം കാണുന്നുണ്ടോ? കുറച്ച് കാണിക്കാം, കുറച്ച് സ്റ്റിൽ പിക്ചർ കൂടെ കണ്ടിട്ട് നമുക്ക് അപ്പൊ ഒരു കംപ്ലീറ്റ്നെസ് വരുമല്ലോ. എന്റെ ആദ്യത്തെ പടം കണ്ടുവോ? ഇതാണ്. ഇത് കാളിക പീഠം, നമ്മുടെ മലയാളി സ്വാമിയായിട്ടുള്ള സ്വാമി ആനന്ദവനം ഭാരതി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള കാളിക പീഠത്തിലേക്കാണ് ഞാൻ ആദ്യമായിട്ട് പോയത്. അപ്പോൾ ഒരു ബൈക്ക് ടാക്സിയിലാണ് അവിടെ ചെന്ന് ഇറങ്ങിയത്. അപ്പോ ഇതാണ് അവിടുത്തെ കാളിക പീഠത്തിന്റെ വാതിൽ. ഇതാണ് അവിടെ ഒരു 8 ടെന്റുകളാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. ആ 8 ടെന്റിൽ ഏകദേശം ഒരു 12 പേര് വീതം ഓരോ ടെന്റിലുമായിട്ട് താമസിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ അങ്ങനെ കൂടിയത്. അപ്പൊ അവിടെ ചെല്ലുന്ന വഴിക്ക് തന്നെ ഇതുപോലുള്ള പരന്ന മണൽപ്പരപ്പാണ്. അവിടെ ഞാൻ അതിനകത്ത് പറഞ്ഞിരുന്നു 4-5 മീറ്റർ വെള്ളം പൊങ്ങും ഒരു ജൂൺ ആവുമ്പോഴേക്കും. അപ്പോ അതുകൊണ്ടാണ് ഈ സ്ഥലം മുഴുവൻ ഗംഗയാണ്. അപ്പൊ ഗൂഗിളിലൊന്നും നമ്മളിത് തപ്പിക്കഴിഞ്ഞാൽ ഗൂഗിളിന് തെറ്റിപ്പോകും. കാരണം ഇത് വെള്ളത്തിന്റെ ഉള്ളിലാണ് ഈ സ്ഥലമുള്ളത്. അപ്പൊ ഏത് ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും എന്ന് പറഞ്ഞാലും ഗൂഗിളിന് ചിലപ്പോൾ തെറ്റിപ്പോകും. അപ്പൊ ഇതേപോലെ വളരെയധികം ടെന്റുകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരിടമാണ് അവിടെ ഉള്ളത്. അവിടെ അത്യാവശ്യം തണുപ്പുണ്ട്, വൈകുന്നേരമായ അത്യാവശ്യം തണുപ്പുണ്ട്. അപ്പൊ തീ കായാനൊക്കെ കുറച്ച് ഇവരൊക്കെ UK നിന്നൊക്കെയുള്ള ആൾക്കാരുണ്ടായിരുന്നു അവിടെ തന്നെ, അതേ ടെന്റിൽ തന്നെ താമസിക്കാനായിട്ട്. ഇതുപോലുള്ള സ്വാമിമാരെല്ലാവരും ഉണ്ട്. അപ്പൊ അധികം ഇതുപോലത്തെ പടങ്ങളൊക്കെ നിറയെ ഈ ഇന്റർനെറ്റിൽ ഉള്ളത് കൊണ്ട് ഞാൻ അങ്ങനെയുള്ള പടങ്ങളിലേക്ക് അധികം ശ്രദ്ധിച്ചില്ല. അങ്ങനെയുള്ള കുറെ പേരൊക്കെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊരു ഒരു ഭാഗം എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ നാഗസന്യാസിമാരെന്ന് പറഞ്ഞാൽ എല്ലാവരും നഗ്നരായിട്ട് നടക്കുന്നവരൊന്നും അല്ല. എല്ലാവരും വളരെയധികം പഠിച്ചവരും. അത് ഈ നമ്മുടെ ചിന്മയ മിഷനൊക്കെ ഇത് നിരഞ്ജിനി അഖാഡയിൽ പെട്ടതാണ്, നമ്മൾ സ്വാമി ചിദാനന്ദപുരിയൊക്കെ. അപ്പൊ എല്ലാത്തരം ആൾക്കാരും ഉണ്ട് ഈ അഖാഡ സമ്പ്രദായത്തിൽ. ഇതുപോലുള്ള ടെന്റുകൾ നിറയെ കാണാം. അത് ഓരോ അഖാഡകളുടെ സാമ്പത്തിക ശേഷി അനുസരിച്ച്. ഇതാണ് ഞാൻ റോഡിന്റെ കാര്യം പറഞ്ഞത്. ഇങ്ങനെയാണ് അവർ റോഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ റോഡിന്റെ പ്രത്യേകത കണ്ടാല് ഈ 3 അടി വീതിയിൽ 16 അടി നീളമുള്ള സ്റ്റീൽ പ്ലേറ്റുകൾ ഇട്ടിരിക്കുക മണലിന്റെ മുകളിൽ. അല്ലെങ്കിൽ മണൽ പൊങ്ങുമല്ലോ ഈ വണ്ടി ഓടിപ്പോകുമ്പോൾ. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ചെയ്തിരിക്കുന്നത്.
1000 കിലോമീറ്ററിലധികം ഉണ്ട് ഇത്. അപ്പൊ ആലോചിച്ച് നോക്ക് എത്ര സ്റ്റീൽ, എത്ര പണിയാണ് അവർ ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. ഇതാണ് ഞാൻ ബയോ ടോയ്ലറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞത്. നിറയെ ബയോ ടോയ്ലറ്റ്സ് ഉണ്ട്, നല്ല വൃത്തിയാക്കുന്ന ആൾക്കാരുണ്ട്, അതിൽ QR കോഡുകളുണ്ട് ഓരോന്നിലും. അപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ആ QR കോഡിൽ വിളിച്ചു കഴിഞ്ഞാൽ അവർ ഒന്ന് അപ്പൊ തന്നെ വൃത്തിയാക്കി തരും. അതായത് അവിടുത്തെ ഇങ്ങനെ അതൊക്കെ ഫ്രീ ആയിരുന്നു യൂസ് ചെയ്യാൻ? എല്ലാം ഫ്രീയാണ്. അവിടെ പൈസ കൊടുത്തിട്ട് ആകപ്പാടെ ഞാൻ എന്തെങ്കിലും ചായയോ സമൂസോ വല്ലതും മേടിച്ചെങ്കിലേ ഉള്ളൂ, ബാക്കി എല്ലാം ഫ്രീയാ. ഇതിപ്പോ ജോലിക്കാരൊക്കെ ഇത് ക്ലീനിങ് വർക്കറിൽ പെട്ട ആളാണ്. സെൽഫോണൊക്കെ അയാളുടെ തലയിൽ അയാൾ കെട്ടിവെച്ചിരിക്കുകയാണ് സംസാരിക്കും. ഇതുപോലെ പോകുന്ന വഴിക്ക് മുഴുവൻ നമ്മളെ വിളിച്ച് ഭക്ഷണം തരാൻ ആൾക്കാരുണ്ട്. കിച്ചടി രാവിലെ നല്ല ചൂട് കിച്ചടി, അപ്പുറത്ത് ചായ ഉണ്ടാവും, വേറെ എന്തെങ്കിലും വേണമെങ്കിൽ നടക്കുന്ന സമയത്തൊക്കെ നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ഇതുപോലുള്ള വലിയ ടെന്റുകൾ അത് ഓരോരുത്തരുടെ ഓരോ ആചാര്യന്മാരുടെ ധനശേഷി അനുസരിച്ച് അവർ ഉണ്ടാക്കുന്നതാണ്. ഇത് നമ്മുടെ കാളികാപീഠത്തിൽ നടന്ന ഗായത്രി പീഠത്തിന്റെ ഒരു ഹോമമായിരുന്നു. അതിന്റെ ഒരു പോർഷനാണ് ഞാൻ ആ വീഡിയോയിൽ കാണിച്ചത്. അത് സ്വാമിജിയും ഞങ്ങൾ ഒരു ടെന്റിലായിരുന്നു താമസിച്ചത്. ഇത് കൈലാസ ദർശനം പുസ്തകം അദ്ദേഹത്തിന് സമ്മാനിച്ചു. ഈ ഗായത്രി പരിവാറിന്റെ കൂടെ കുറെ സ്ത്രീകളും ഒക്കെ വന്നിരുന്നു. അപ്പൊ അവരെല്ലാം വളരെ ആക്റ്റീവായിട്ട് ഈ ചാൻഡിങ്ങിലെല്ലാം പങ്കെടുത്തു. നമ്മള് ഇതിന് പോകുന്ന സമയത്ത്, ഞാൻ പോകുന്ന സമയത്ത് ഈ സന്യാസിമാരുടെ സ്നാനമുള്ള സമയത്ത് ഞാൻ അല്ല പോയത്. അപ്പൊ അതുകൊണ്ട് തന്നെ തിരക്ക്, ഇപ്പൊ അതുകൊണ്ടാണ് അത്ര തിരക്ക് കാണാത്തത്. പക്ഷെ തിരക്ക്, ന്യായമായ തിരക്കുണ്ട് എല്ലായിടത്തും. പിന്നെ അവിടെ എല്ലാ ദിവസവും ഗംഗാരതി ഉണ്ട്. അത് പല കാട്ടുകളിൽ ഗംഗാരതി ഇങ്ങനെ പലയിടത്തും നടക്കുന്നുണ്ട്. അപ്പൊ എല്ലായിടത്തും വളരെ ആഘോഷമായിട്ടാണ് ഈ ഗംഗാരതി നടക്കുക. ഇത് ഒരു ഭാഗത്തുനിന്ന് നോക്കിക്കഴിയുമ്പോൾ ഇതുപോലെ ഘാട്ടുകൾ നിറയെ ഉണ്ട് ആ ഭാഗത്ത് മുഴുവനായിട്ട്. അതെ, ഈ ഘാട്ടുകളില് ശവം എരിയാണോ ചെയ്യുന്നത്? ആ ലൈറ്റ് എന്താണ്, ചിതകളാണോ അത്? അല്ല ഇവിടെ ചിതകളുടെ കാര്യമേ ഇല്ല. അത് കാശിയിലേ ഉള്ളൂ, ഇവിടെ അതില്ല. അതെ, ഇത് ചിതകളൊന്നും അല്ല, ഇത് ശരിക്കും ലൈറ്റ് തന്നെയാണ്. ഇതുപോലുള്ള ഈ മുഖപ്പുകളായിട്ട് കുറെ ആശ്രമങ്ങളുടെ, അതായത് നോർത്ത് ഇന്ത്യയിൽ വളരെയധികം ആശ്രമങ്ങളുണ്ട്. അവിടെയുള്ള ഗൃഹസ്ഥര്, ജന്മിമാരൊക്കെ, ഒരു ജന്മിയും അവരുടെ കീഴിലുള്ള ഒരു 50 പേരും വന്നിട്ട് അവിടെ ഭക്ഷണമൊക്കെ വെച്ച് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് അവരുടെ ഒരു സന്തോഷമുള്ള കാര്യമാണ്. അവരിത് സ്ഥിരമായിട്ട് ചെയ്യും. ഭണ്ഡാര നടത്തുന്നത് അവരുടെ ഓരോരുത്തരുടെ പേരിൽ അല്ലെങ്കിൽ ഓരോ വഴിപാട് പോലെ ചെയ്യുന്ന പരിപാടിയാണ്. ഇത് ഞാൻ പർപ്പസിൽ എടുത്തതാ. ഇത് വെള്ളത്തിന്റെ ലെവലാണ്. ജൂണിലാവുമ്പോഴേക്കും വെള്ളം ഈ ലെവലിൽ എത്തും. ആ പോസ്റ്റിന്റെ അടിഭാഗം കാണുന്നുണ്ടല്ലോ, ആ ടവറിന്റെ അടിഭാഗം, അതുവരെ വെള്ളം ആണ് സാധാരണ ജൂൺ ജൂലൈ മാസങ്ങളിൽ. അതുകൊണ്ടാണ് ഇത്രയധികം സ്ഥലം അവിടെ ഉള്ളത്. കാരണം ഈ സ്ഥലം ഇതിനു വേണ്ടി തന്നെ റിസർവ് ചെയ്ത് വെച്ചിരിക്കുക ഈ സമയത്തേക്ക്. അല്ലാത്ത സമയത്ത് മുഴുവൻ നിറയെ വെള്ളമായിരിക്കും. അപ്പൊ അത് ഈ സമുദ്രമാണോ നദിയാണോ എന്ന് സംശയം തോന്നുന്നത്ര വലിപ്പമുണ്ട് ഇവിടെ. പിന്നെ ഇതുപോലുള്ള പുസ്തകശാലകളൊക്കെ നിറയുണ്ട്. മിക്കവാറും ഹിന്ദി പുസ്തകങ്ങളാണ് കണ്ടത് അവിടെ. മറ്റേ ഇത് ഗീതാ പ്രസിന്റെയാണ്, ഗോരഖ്പൂർ ഗീതാ പ്രസ്സുകാർ ഇതുപോലുള്ള കുറെ സ്ഥലത്ത് അവരിങ്ങനെ സ്റ്റോളുകൾ വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ഈ പാലങ്ങൾ മുഴുവൻ ടെമ്പററി പാലങ്ങളാണ്. ഇങ്ങനെയുള്ള 30 പാലങ്ങളുണ്ട്. ഓരോ പാലങ്ങൾ ഏതാണ്ട് 1.5 കിലോമീറ്റർ നീളമുള്ള പാലങ്ങൾ ഒരു 30 എണ്ണം ഉണ്ട്. എല്ലാം ഫ്ലോട്ടിംഗ് പാലങ്ങളാണ്. ഈ ഫ്ലോട്ട് ചെയ്യുന്ന സാധനങ്ങളെല്ലാം സ്റ്റീലിന്റെ വലിയ ടാങ്കുകളാണ്. ഈ കപ്പൽ ഫ്ലോട്ട് ചെയ്യുന്ന അതേ പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് സ്റ്റീൽ ആണെങ്കിൽ നിങ്ങൾ ഫ്ലോട്ട് ചെയ്യുന്നത്. ഈ കാണുന്നതാണ് ഈ സിലിണ്ടർ ഉണ്ടല്ലോ, അത് മുഴുവൻ സ്റ്റീല് വെൽഡ് ചെയ്ത് വലിയ പൊള്ളയായിട്ടുള്ള സ്റ്റീലാണ്. അപ്പൊ അതിന്റെ മുകളിലാണ് ഇത് പാലങ്ങൾ മുഴുവൻ. അതിന്റെ മുകളിൽ നമുക്ക് യാത്രക്കാരും ട്രക്കും ഒക്കെ പോവും. പക്ഷെ തിരക്കുള്ളപ്പോൾ ഒരു വണ്ടികളൊന്നും അനുവദിക്കില്ല. അതുകൊണ്ടാണ് ബൈക്ക് ടാക്സിയിലേ പോകാൻ പറ്റുള്ളൂ. ഈ ഓട്ടോറിക്ഷ പോലും പറ്റില്ല. ഈ ബാക്കിൽ കാണുന്ന മുഴുവൻ ആളുകൾക്ക് തുണി മാറാനുള്ള, ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള ചെറിയ കൂടാരങ്ങളാണ്. അപ്പൊ ഇവിടുന്ന് കുളി കഴിഞ്ഞ് വന്നിട്ട് അവിടെ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്യാം. ഈ ഓരോന്നിലും 6 പേർക്ക് സെപ്പറേറ്റ് ആയിട്ട് നിന്ന് ചെയ്യാവുന്ന ഈ കുപ്പായം മാറാവുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പൊ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ അത് ഉപയോഗിക്കാവുന്ന രീതിയിൽ.
ഇത് വേറൊരു ഉള്ളത്, നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ചെളിയിലല്ല ഇറങ്ങുന്നത്, മണൽ ചാക്കിട്ടിട്ടുണ്ട്. ഈ വെള്ളത്തിന് താഴെ നമ്മുടെ ഒരു അര പൊക്കത്തിൽ അല്ലെങ്കിൽ നെഞ്ചു വരെയുള്ള പൊക്കത്തിലേ വെള്ളമുള്ളൂ, അതിലേക്ക് താഴെ ചാക്കിട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചവിട്ടുമ്പോൾ നമ്മൾ പൂണ്ടു പോവില്ല, കാലിൽ ചെളി വെള്ളം ഒന്നും കയറില്ല. അതുകൊണ്ട് അങ്ങനെയാണ് ഇവർ മാനേജ് ചെയ്തിരിക്കുന്നത്. ഇതിങ്ങനെ തൗസൻഡ്സ് ഓഫ് കിലോമീറ്റർ നീളത്തിലുള്ള ഘാട്ടുകൾ മുഴുവൻ ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുക. ഈ രുദ്രാക്ഷം മാത്രം വെച്ചിട്ട് ഒരു എക്സിബിഷൻ പോലെ, ഒരു അമ്പലം പോലെ ഇങ്ങനെ ഉണ്ടാക്കിയിരുന്നു. അതിന്റെ കുറച്ച് പോർഷൻ നിങ്ങൾ കണ്ടു. അത് നിറയെ രുദ്രാക്ഷമാലകൾ, ഇങ്ങനെ മാലകളും അത് ഓരോരോ ഷേപ്പ് ഉണ്ടാക്കി ശിവലിംഗത്തിന്റെ ഷേപ്പില് അങ്ങനെ ഇങ്ങനെയൊക്കെ അവർ ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ ഓരോ സ്വാമിമാർ അത്യാവശ്യം കച്ചവടമുണ്ട്, അവിടെ പൂജകള് ഒക്കെ നടക്കുന്നുണ്ട്. ഇത് മുഴുവൻ ഇത് ഒരു ശിവലിംഗത്തിന്റെ രൂപത്തിലുള്ള ഒരു ശില്പമാണ് ഈ രുദ്രാക്ഷം കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ അവിടെ അത്യാവശ്യം കച്ചവടക്കാര്, ഫ്രൂട്ട്സ്, കളിപ്പാട്ടങ്ങൾ അങ്ങനെയൊക്കെ, അത് പ്രത്യേകിച്ചും സ്ത്രീകളും കുട്ടികളും എല്ലാവരെയും അട്രാക്ട് ചെയ്യാനുള്ള എല്ലാത്തരം സാധനങ്ങളും ഉണ്ട്. ഇത് കുറച്ച് പോഷായിട്ടുള്ള ടെന്റുകളാണ്. ഓരോ ടെന്റുകളുടെ ഞാൻ പോയിടത്തൊന്നും വാടക ഉണ്ടായിരുന്നില്ല. നമുക്ക് മനസ്സിന് തോന്നുന്ന ഡൊണേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇതിലൊക്കെ ഒരു ദിവസത്തേക്ക് 10,000 മുതൽ 25,000 30,000 രൂപ വരെയൊക്കെ റെന്റ് മേടിക്കുന്ന നല്ല ടെന്റുകളുണ്ട്. അപ്പൊ അത് ചിലതൊക്കെ എയർ കണ്ടീഷൻ ടെന്റുകളൊക്കെയാണ്. ഇത് നമ്മുടെ മലയാളികളുടെ മാത്രമേ, അതായത് കേരളത്തെ റെപ്രസെന്റ് ചെയ്ത് മാത്രമേ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാവാതിരുന്നുള്ളൂ. ഈ കേന്ദ്ര സർക്കാരുമായിട്ട് സ്ഥിരം അടിയുണ്ടാക്കുന്ന തമിഴ്നാട് പോലും അവരുടെ അമ്പലമൊക്കെ ഇവിടെ കൊണ്ട് കാണിച്ചു. പക്ഷെ നമ്മുടെ ആൾക്കാർക്ക് അതിന് തോന്നിയില്ല, ആ ഒരു ഇത് ചെയ്യാൻ തോന്നിയില്ല. ഇതുപോലുള്ള യജ്ഞമണ്ഡപങ്ങൾ നിറയെ കാണാം. അപ്പോ നമുക്ക് ഒന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ സ്ഥലത്ത്, അതാണ് ഇത് കണ്ടില്ലേ, 221, 205 അങ്ങനെ പല. ഇതില് ഹനുമാൻ പൂജയായിരുന്നു ആ സമയത്ത് അവിടെ നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ അതിനുള്ളൊരു യജ്ഞം, അതിലെല്ലാ സാധനങ്ങളും അവിടെ തന്നെ കിട്ടും. അവിടെ പോയിട്ട് നമുക്ക് പങ്കെടുക്കാം നേരെ. ഇത് നമ്മള് തൃശ്ശൂരിൽ നിന്നുള്ള കുറച്ച് കൂട്ടരാണ്, മലയാളി ഗ്രൂപ്പിനെ കിട്ടി അവിടെ. ഇതുപോലുള്ള ചന്ദനക്കുറിയുടെ കാര്യമാണ് ഞാൻ അതിൽ പറഞ്ഞത്. ഒരു മിനിമം ഒരു 10 രൂപയെങ്കിലും എല്ലാവരും കൊടുത്തു. ഞാൻ 25 രൂപ വെച്ച് കൊടുത്തു 4 ദിവസം. അങ്ങനെ ഒരു 30 കോടി ആൾക്കാർ കുളിച്ചു കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന വരുമാനം ആലോചിച്ച് 300 കോടി രൂപയായി അവിടെ സർക്കുലേഷനിൽ വരുന്ന എമൗണ്ട്. ആ രീതിയിലാണ് ഇതിന്റെ സ്കെയിൽ എന്ന് പറയുന്നത്, നമ്മൾ വിചാരിക്കുന്നതിലപ്പുറമാണ്. അതുപോലെ ഗംഗാജലം കൊണ്ടിരുന്ന കുപ്പി അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ പാത്രം, അതിനൊക്കെ 50-60 രൂപ, കോടിക്കണക്കിന് ആൾക്കാരാണ് വാങ്ങുന്നത്. അതായത് ഇതുപോലെ വിശാലമായ സ്ഥലങ്ങളും കോൺഫറൻസ് സെന്ററുകൾ, അവിടെ വലിയ വലിയ മഹാത്മാക്കളുടെ പ്രഭാഷണം അതുപോലുള്ള കാര്യങ്ങളൊക്കെ നടക്കും. ഇത് തിരിച്ച് നമ്മുടെ കാളികാപീഠത്തിന് 2 ടെന്റുകൾ ഉണ്ടായിരുന്നു. ഇത് 2ാമത്തെ ടെന്റില് ശ്രീചക്ര പൂജ. അവിടെ ഞാൻ ചെന്നത് പെട്ടെന്ന് പോയി ഒരു പടമൊക്കെ എടുത്ത് വേറെ സ്ഥലത്തേക്ക് പോകാന്ന് വെച്ച് ചെന്നതാണ്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് 4.5 മണിക്കൂർ അവിടെ ഇരുന്നതിന് ശേഷം എനിക്ക് പോരാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ അത്ര ഗംഭീരമായി ഒരു ചെറുപ്പക്കാരൻ സ്വാമിയാണ് അവിടെ പൂജ ചെയ്തിരുന്നത്. എന്തൊരു ഭംഗിയായിട്ടായിരുന്നു ചാൻഡിങ്ങും സൗന്ദര്യലഹരിയൊക്കെ അദ്ദേഹത്തിന് മുഴുവൻ കാണാപ്പാടമാണ്. അത് അവിടെ നിന്നിട്ട് എത്ര ഭംഗിയായിട്ടാണ് ആ പൂജ ചെയ്യുന്നത്. ആ ഒറ്റ ഇരിപ്പ് 4.5 മണിക്കൂർ അദ്ദേഹം അവിടെ ഇരുന്ന് ആ പൂജ ചെയ്യുന്നത്, അതൊരു കാഴ്ച തന്നെയായിരുന്നു. ആ പൂജയുടെ പരിസമാപ്തിയുടെ സമയത്ത് നിറയെ ചെത്തിപ്പൂക്കളിട്ട് ഈ ശ്രീചക്രത്തിന്റെ മുകളില് അതിട്ട് അതിന് ചുറ്റുപാടും വിളക്കുകളൊക്കെ വെച്ച് ആരതി കഴിഞ്ഞിട്ടാണ് നമുക്ക് അന്ന് അവിടെ തന്നെയായിരുന്നു പ്രസാദമൊക്കെ. ഇത് കിന്നര അഖാഡയിലെ മഹാമണ്ഡലേശ്വരാണ്. അവര് എന്തോ ഫിലോസഫിയിലൊക്കെ PhD ഉള്ള ഒരാളാണ്. അവര് നല്ല ബഹുമാനത്തിൽ തന്നെ കിന്നര അഖാഡ എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു ഏരിയ തന്നെ ഉണ്ട്. കുറച്ച് ഇവർക്ക് ഒരു നെയിം സേക്ക് ആയിട്ട് കൊടുക്കുന്ന റെക്കഗ്നേഷൻ അല്ല അത്. കാരണം എന്താ വെച്ചാൽ സന്യാസിമാരെ സംബന്ധിച്ചിടത്തോളം ലിംഗ വ്യത്യാസം ഇല്ലാത്തത് കൊണ്ട്
അവര് നിരഞ്ജിനി അഖാഡയിലൊക്കെ അതുപോലെ ജൂന അഖാഡയിലും ഒക്കെ മഹാമണ്ഡലേശ്വരമായിട്ട് ഈ ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ടായിരുന്നിട്ടുണ്ട്. അപ്പൊ അവിടെ കുറെ പേരുണ്ട് ഇവിടെ അവിടെ തന്നെ. അത് മലയാളിയാണെന്നൊക്കെ പറഞ്ഞപ്പോ അവർ പ്രത്യേകിച്ച് അനുഗ്രഹിച്ച ഒരു സ്പെഷ്യൽ ആപ്പിളൊക്കെ തന്നു എനിക്ക്. ഇത് അവിടുത്തെ ആ ക്ലീനിങ് ക്രൂവിൽ പെട്ട ഒരമ്മയാണ്. ഒരു കുറച്ച് ദക്ഷിണയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോ ഒരു വലിയ സന്തോഷമായിട്ട് അപ്പൊ അവർക്കൊരു വെപ്രാളം എനിക്ക് എന്തെങ്കിലും തരണ്ടേന്ന്. അപ്പൊ ഒരു കുപ്പി വെള്ളം മേടിച്ച് എനിക്ക് തന്നു. അപ്പൊ വളരെ സന്തോഷമായിട്ട് എനിക്കും നന്നായി, കാരണം കുറെ നടന്ന് കഷ്ടപ്പെട്ട് ചെല്ലുമ്പോഴായിരുന്നേ. അത് ചൂടെന്ന് പറഞ്ഞാൽ ഒരു 9 മണി കഴിഞ്ഞാൽ ഗംഭീര ചൂട്, വൈകുന്നേരം ഒരു 6 മണി കഴിഞ്ഞാൽ നല്ല തണുപ്പ്. അതുകൊണ്ട് ഒരു രസകരമായ ഒരു അതായത് ISROയുടെ വലിയ ഒരു പവലിയനൊക്കെ ഉണ്ടായിരുന്നു, അവരുടെ റോക്കറ്റിന്റെ ഇതൊക്കെ എല്ലാം ഉണ്ടായിരുന്നു. അത് നമ്മുടെ കേരളം ഒഴിച്ച് ബാക്കി എല്ലാ റെപ്രസെന്റേഷനും ഉണ്ടായിരുന്നു. ഇതാണ് ഈ ദിവ്യ ഭവ്യ സുരക്ഷിത മഹാകുംഭ്. ഈ കാണുന്ന എല്ലാം ഓരോ സെക്ടറുകളാണ്. അപ്പൊ ഈ കാണുന്ന ഈ കളർ ഇല്ലാതെ കാണുന്ന ഭാഗം മുഴുവൻ വെള്ളമാണ്. അപ്പൊ ഇത് മുഴുവൻ ഈ കരകളിൽ മുഴുവൻ ഓരോ ഘാട്ടുകളുണ്ട്, അവിടെയൊക്കെ പോയി കുളിക്കാം. അപ്പൊ ഇത് എവിടെ കുളിച്ചാലും ഈ ത്രിവേണി സംഗമത്തിൽ കുളിച്ചതിന്റെ ഫലമായിട്ടാണ് പറയുക. അപ്പൊ ചില ആൾക്കാർ കൃത്യമായിട്ട് സംഗമം എന്ന് പറഞ്ഞ ഈ ഭാഗത്ത് മാത്രം കുളിക്കണം എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ എവിടെ കുളിച്ചു കഴിഞ്ഞാലും അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ 4 സ്ഥലത്ത് പോയി എന്ന് പറഞ്ഞത്. ഇവിടെ പലയിടത്തും നടന്ന് ചുറ്റും നടന്ന് അവസാനം ഓരോ സ്ഥലത്ത് പോയിട്ട് കുളിച്ചു. ഇതൊക്കെ പെർമനന്റ് ആയിട്ടുള്ള ബ്രിഡ്ജുകളാണ്. ആദ്യം കണ്ട പോലത്തെ ബ്രിഡ്ജ് അല്ല, ഇത് പെർമനന്റ് ബ്രിഡ്ജസ് ആണ്. ഇവിടെ ഇതാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞ ഈ താഴെ കാണുന്നത്. ഇത് സ്വാമി ആനന്ദവന ഭാരതി. അദ്ദേഹമായിട്ട് ഒരു ഇന്റർവ്യൂ നടത്തിയിരുന്നു. ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു, നിങ്ങൾ കണ്ടോന്നറിയില്ല. അദ്ദേഹത്തെ ഇപ്പോ അതായത് ഇപ്പൊ അവിടെ വൈകുന്നേരം ആണല്ലോ, വൈകുന്നേരം ഗവർണറുടെ ഭവനത്തിൽ ഇദ്ദേഹത്തിന് സ്വീകരണം കേരളത്തിൽ ഇപ്പൊ ഒന്ന് നടക്കുകയാണ്. ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നല്ലോ ഇവിടെ KHNയുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഞാൻ ഇത് കാണിക്കാൻ കാരണം നമ്മുടെ ടെന്റ് ആണെങ്കിലും ഇതുപോലെ അത്യാവശ്യം യൂറോപ്യൻ ക്ലോസറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്നിട്ട് ഇതിന്റെ പ്രോഗ്രാം കഴിഞ്ഞപ്പോ ഈ കോൺക്രീറ്റ് അടക്കം പൊളിച്ച് കൊണ്ടുപോയി കളയണം, നദിയിലിടാൻ സമ്മതിക്കില്ല. അതിനു വേണ്ടിയിട്ടാണ് ഈ 2 ലക്ഷം രൂപ അവര് ഡെപ്പോസിറ്റ് മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ഈ റണ്ണിങ് വാട്ടർ, ഇലക്ട്രിസിറ്റി, സൂവർ ഇതെല്ലാം ഡിസ്പോസ് ചെയ്യാതെ അവർക്ക് ആ ഡെപ്പോസിറ്റ് തിരിച്ചു കിട്ടില്ല. അപ്പൊ ഈ നദിയുടെ തടം ഒട്ടും വൃത്തികേടാക്കിയില്ല എന്ന് മാത്രമല്ല, പണ്ടുണ്ടായിരുന്ന സാധനങ്ങളും കൂടി പണ്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതും കൂടി വൃത്തിയാക്കിയിട്ടാണ് അവർ ഒഴിവാക്കി. അദ്ദേഹത്തിന്റെ കുടിലില് ടെന്റില് നമ്മൾ അങ്ങനെയായിരുന്നു. മാഘപൗർണമി ദിവസമായിരുന്നു 12-ാം തീയതി. ഞാൻ 13-ാം തീയതി രാവിലെ പോകുന്നു. ഇത് അവിടുത്തെ ചന്ദ്രൻ തന്നെയാണ്, മാഘപൗർണമിയുടെ ചന്ദ്രൻ തന്നെയാണ്. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് അവിടുത്തെ വാസുകി ക്ഷേത്രം എന്ന് പറയും. ആ വാസുകിയെ തൊഴുതിട്ട് ആണ് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു വരിക. കാരണം കുംഭമേളയുടെ പ്രത്യേകത വാസുകിയായിരുന്നല്ലോ, കയറ്. പാലാഴി മദനത്തിന്റെ കയറ് വാസുകിയായിരുന്നല്ലോ. ഇതായിരുന്നു എന്റെ സാരഥി, ബൈക്ക് ടാക്സിക്കാരൻ. അപ്പൊ അവന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഈ കുംഭമേള കഴിയുമ്പോ അവനിപ്പോ ഉള്ള ബൈക്കിനേക്കാൾ വളരെ അധികം അടിപൊളി ഒരു ബൈക്ക് മേടിക്കാനുള്ള പൈസ അവനുണ്ടാവും എന്നുള്ളതാണ്. കഥയെ പറഞ്ഞിട്ടുള്ള പോലെ ഇയാൾ അത്ര സംശുദ്ധമായിട്ടുള്ള മനസ്ഥിതി അല്ലായിരുന്നോ? സമയത്തിന് തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ട് അല്ല ഇതിനകത്ത് അങ്ങേര് പറഞ്ഞ സമയത്തിന് തന്നെ എത്തിയല്ലോ. അല്ല മറ്റേ കഥയുമായിട്ട് ഇതിന് ബന്ധമൊന്നുമില്ല. മറ്റേ കഥ അല്ലല്ലേ, അത് ഇമാജിനറി.